ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ അനിയത്തി വരും. അതുകൊണ്ട് ജോലികളെല്ലാം ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തുണി കൂടെ കഴുകിയാൽ തുണിയും കൂടെ കഴുകി കഴിഞ്ഞിട്ട് വേറെ ജോലിയൊന്നുമില്ല. അന്നേരം ഇനി അനിയത്തി വന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്. അതിഥി നമുക്ക് സ്പെഷ്യലായിട്ട് ആരുമല്ല, എൻ്റെ അനിയത്തിയാണ് വന്നേക്കുന്നത്. വീട്ടിലാരും ഇല്ലായിരുന്നു, അതുകൊണ്ട് കൊച്ചിനെയും കൂടി ഇങ്ങോട്ട് വന്നേക്കുവാണ്. അന്നേരം അനിയത്തിനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇതാണ് എൻ്റെ അനിയത്തി. കൊച്ചുണ്ട്, കൊച്ചകത്തിടന്ന് ഉറങ്ങുവാണ്. 5 മാസമേ ആയിട്ടുള്ളൂ. ഉറങ്ങിയ ഇച്ചിരി കഴിയുമ്പോൾ എഴുന്നേക്കുമ്പോൾ ഉടനെ കരച്ചിലൊക്കെ തുടങ്ങും. അന്നേരം എടുക്കാനുള്ളതാണ്. ഹായ് ഗൈസ്, എൻ്റെ മകൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. മകളെ കൊണ്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യിച്ചതാണ്. അടങ്ങി നിൽക്കുന്നില്ല, കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അമ്മ തയ്ക്കാൻ വേണ്ടി പോയേക്കുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ ആരുമില്ല, അമ്മാമ്മേ ഉള്ളു. അമ്മാമ്മയ്ക്ക് വയ്യാത്തയാണ്, അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ കൊച്ചിനെ. അതുകൊണ്ട് ഗായ്സ്, ഇതാണ് എൻ്റെ അനിയത്തിയുടെ കൊച്ച്. ഇതാണ്ട് ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ. അവന് തീരെ സുഖമില്ല, പനിയാണ്. വൈകിട്ടൊന്ന് ആശുപത്രി കൊണ്ടുപോകണം, ഇനി അവന് വയ്യ. ഇതാണ് അനിയത്തിയുടെ കൊച്ച്, ആൺകൊച്ചാണ്. പേര് വിഘ്നേഷ് എന്നാണ്. 5 മാസമായതേ ഉള്ളൂ. ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് എഴുന്നേറ്റ്. പിന്നെ നിങ്ങളൊക്കെ എന്തോ ചെയ്യുന്നു? ഞങ്ങളിവിടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഭയങ്കര ബോറടി. പിന്നെ ആരും എൻ്റെ അനിയത്തിയും കൂടി ഇൻസ്റ്റയിൽ കുറച്ച് റീലൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ബോറടിയൊക്കെ മാറ്റി. നിങ്ങളൊക്കെ ഊണൊക്കെ കഴിച്ചോ? ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു, വേറൊന്നും വെച്ചില്ല. അതേ കൊള്ളായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നതായിരുന്നു, ഇതുവരെ വന്നില്ല. ചിലപ്പോൾ തീർത്തിട്ട് വരാനായിരിക്കും. ഇന്ന് ശനിയാഴ്ചയല്ലേ, ഇന്ന് അവർക്ക് തീർത്തിട്ട് വരാനായിരിക്കും. ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചേച്ചിക്ക് തീരെ സുഖമില്ല, ചേച്ചി കിടക്കുക. അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് ചെയ്തേനെ. ചേച്ചി കിടക്കുവാണ്. മകൾ കിടന്ന് വാശി പിടിക്കുന്നു. ഇവിടെ ഒരു മാങ്ങ നിൽക്കുന്നു കേട്ടോ, അത് പിച്ചി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലഹളയാണ് എൻ്റെ മോള്. ഇവിടെ ഒരു മാങ്ങ നിപ്പുണ്ട്, ഒന്നല്ല ഒരു 5-6 നിപ്പുണ്ട്. അത് വേണമെന്നും പറഞ്ഞിരുന്ന കരഞ്ഞു അകത്ത് പിണങ്ങി പോയിരിക്കുന്നു. പിന്നെ ചേച്ചിക്ക് സുഖമാണെങ്കിൽ നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നതായിരിക്കും വീഡിയോ ചെയ്യാൻ. ഇന്ന് എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഞങ്ങൾ മാങ്ങ പിച്ചാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് കാണാവുന്നതാണ്.